പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്നൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് ഓഫീസിലേക്ക് പോകാൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ നയന ആദർശിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ആദർശേട്ടന് കഴിക്കാനുള്ള ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, വാ കഴിക്കാൻ വാ എന്നൊക്കെ പറയുന്ന സമയത്ത്, നീ തന്നെ അങ്ങ് തനിയെ കഴിച്ചാൽ മതി, എന്നെ വിളിക്കേണ്ട, നീ എൻ്റെ കാര്യം നോക്കണ്ട, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ കാര്യം അന്വേഷിച്ച് വരണ്ട എന്നുള്ളത്. നീ എന്നോട് എല്ലാം മറച്ചു വെച്ച് എന്നെ കബളിപ്പിച്ച് നടക്കുകയായിരുന്നല്ലോ, എന്നോട് അന്യനെ പോലെയല്ലേ നീ പെരുമാറിയിരുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് നയനയ്ക്ക് വളരെയധികം സങ്കടമാവുകയാണ്. ആ സമയത്ത് ഒന്നുകൂടെ നയന ആദർശിൻ്റെ അടുത്തോട്ട് വന്നിട്ട് ആദർശിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് എന്നോട് ക്ഷമിക്കണം ആദർശേട്ട, അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയാതിരുന്നത്, ആദർശേട്ടനോട് പറയണമെന്ന് ഞാൻ കരുതിയതാണ് എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് എല്ലാം കണ്ടുപിടിച്ച് ഞാൻ നിന്നോട് ചോദിക്കുമ്പോഴല്ല ഇങ്ങനത്തെ സംസാരവുമായി വരേണ്ടത്, ആദ്യം തന്നെ നീ എന്നോട് തുറന്ന് പറയണമായിരുന്നു, എൻ്റെ മുമ്പിൽ നിന്ന് പൊയ്ക്കോ, അല്ലെങ്കിലും ഇതിൽ കൂടുതൽ എനിക്ക് പറയേണ്ടി വരും, അത് പിന്നെ നിനക്ക് താങ്ങാൻ കഴിയില്ല എന്നൊക്കെ പറയുകയാണ് ആദർശ്. അത് കേട്ടിട്ടും ഇത്രയും ചെറിയൊരു കാര്യത്തിന് എന്നോട് ക്ഷമിക്കാൻ കഴിയില്ലേ ആദർശേട്ട എന്നൊക്കെ ചോദിക്കുകയാണ് നയന. അപ്പോൾ ഇത് നിനക്ക് ചെറിയ കാര്യമായിരിക്കാം, പക്ഷേ ഇത് എനിക്ക് വലിയ കാര്യം തന്നെയാണ്, എനിക്ക് താങ്ങാൻ പറ്റിയിരുന്നില്ല ആ കാഴ്ച കണ്ടിട്ട്. ഞാനും കൂടെ അച്ഛനും കൂടെ അറിയേണ്ട ഒരു കാര്യമായിരുന്നല്ലോ നീയും അമ്മയും ചേർന്ന് ഞങ്ങളിൽ നിന്നും മറച്ചു വെച്ചത്, അതിൻ്റെ ആവശ്യം എന്തായിരുന്നു അതാദ്യം പറ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ ആദർശേട്ട, അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്, വേറെ ഒന്നുമില്ല, ഞാൻ വേറെ ഒന്നും മറച്ചു വെക്കുന്നില്ല, അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രമാണ്, പിന്നെ അമ്മ നിങ്ങളോട് പതിയെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനായിട്ടൊന്നും പറയേണ്ട എന്ന് കരുതിയത്. പിന്നെ അമ്മയ്ക്ക് അമ്മയ്ക്ക് കരൾ കൊടുത്ത കാര്യം മറച്ചു വെച്ചത് അമ്മയ്ക്ക് ഒട്ടും സഹിക്കാനായില്ല, അതുകൊണ്ട് കുറച്ചുകൂടെ അവർ കാത്തിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊന്നും പറയാതിരുന്നത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇനി എനിക്ക് ഒന്നും കേൾക്കേണ്ട, എന്നോട് ഒന്നും പറയേണ്ട സമയത്ത് എല്ലാം പറയണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നയന കയ്യിൽ പിടിച്ച സമയത്ത് ആദർശ് നയനയെ പിടിച്ച് തള്ളുകയാണ്. ആ സമയത്ത് നയന റൂമിൻ്റെ വാതിലിൻ്റെ അവിടുന്ന് പുറത്തേക്ക് വീഴുന്നുണ്ട്. ആ കാഴ്ച കണ്ടിട്ടാണ് നമ്മുടെ അനാമിക അവിടേക്ക് വരുന്നത്. പക്ഷെ അനാമിക വരുന്നത് അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, നീ ഇവിടെ നിന്ന് പോകാൻ നോക്ക്, ഈ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോയാൽ അത് വളരെയധികം ആശ്വാസമായിരുന്നു, എനിക്ക് ഇനി കാണണ്ട, ഇനി അമ്മയും മരുമകളും ചേർന്ന് ഒന്നിച്ചൊരിടത്ത് താമസിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാം, എൻ്റെ മുന്നിൽ വന്നു പോകരുത് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ആട്ടി ഇറക്കുകയാണ് ആദർശ്. ആ കാഴ്ച കൊണ്ട് അനാമിക വരുന്നത് അവർ കാണുകയാണ്. അങ്ങനെ ആകെ ചമ്മി സങ്കടത്തോടു കൂടി നിൽക്കുകയാണ് നയന. ആ സമയത്ത് അനാമിക നയനയെ കളിയാക്കിക്കൊണ്ട്, അയ്യോ എൻ്റെ നയനേട്ടത്തിയെയാണോ ഇങ്ങനെ കാണേണ്ടി വന്നത്, എന്നെ ഉപദേശിച്ച് നടന്നിരുന്ന ആളായിരുന്നല്ലോ, എന്നെയും അനിയെയും വേണ്ടി ഒന്നിപ്പിക്കാൻ നോക്കിയ ആളായിരുന്നല്ലോ ഈ കിടക്കുന്നത് എന്നൊക്കെ കളിയാക്കുന്നുണ്ട് അനാമിക. എന്നിട്ട് പറയുന്നുണ്ട്, എന്തൊക്കെയായിരുന്നു അഭ്യാസം, എന്തൊക്കെയായിരുന്നു എൻ്റെ മുമ്പിലുള്ള പ്രകടനം, ഭർത്താവിൻ്റെ സ്നേഹമാണ് വലുത്, ഭർത്താവിൻ്റെ സ്നേഹം കിട്ടിയാലേ അവർ യഥാർത്ഥ ഭാര്യയാവുകയുള്ളൂ, എന്തൊക്കെയായിരുന്നു എന്നോട് പറഞ്ഞിരുന്നത്, എന്നെ നിങ്ങൾ കുത്തുവാക്ക് പറഞ്ഞിട്ട് എന്നെ സങ്കടപ്പെടുത്തിയിരുന്നല്ലേ, ഇതിനൊക്കെ ദൈവം തന്ന ശിക്ഷയാണ് ഇത്, നിങ്ങൾക്ക് എന്നെ കളിയാക്കിയതിനും എന്നോട് കാണിച്ചതിനും ദൈവം തന്നതാണ്, ദൈവം എൻ്റെ കൂടെയാണ്, അതുകൊണ്ടാണ് ഈ കാഴ്ച എനിക്ക് നേരിട്ട് കാണേണ്ടി വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അനാമിക. പക്ഷെ ആ സമയത്ത് അനാമികയുടെ വർത്താനം അത്ര ആദർശിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നമാണ്, ഇതിൽ നീ ഇടപെടേണ്ട കാര്യമില്ല, അത് ഞാനും നയനയും പറഞ്ഞ് ശരിയാക്കിക്കൊള്ളാം എന്നൊക്കെ പറയുന്ന സമയത്ത്, എന്നാലും ആദർശേട്ട ഇങ്ങനെയുള്ളൊരു കാഴ്ച ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, അതും ഭാര്യയെ പിടിച്ച് തള്ളുക എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം ഭാര്യയെ വെറുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തമ്മിൽ എന്താ സംഭവിച്ചത്, നിങ്ങൾക്കിടയിൽ എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അത് ഞങ്ങൾ തമ്മിൽ പറഞ്ഞു തീർത്തോളാം, നീ അത് അറിയേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്ന സമയത്ത്, ഇതായിരുന്നു മുമ്പും ഞാൻ പറഞ്ഞിരുന്നത്, ഞാനും അനിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ ആ സമയത്ത് ആദർശേട്ടൻ വന്ന് ഇടപെടുമായിരുന്നല്ലോ, അന്ന് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്കത് തർക്കുത്തരമായിട്ട് തോന്നിയിരുന്നല്ലോ, ഇപ്പം നിങ്ങളുടെ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ ചോദിച്ചത് ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലേ, അത് തന്നെയായിരുന്നു ആ സമയത്ത് എനിക്കുണ്ടായിരുന്ന വികാരവും, ഏതായാലും ദൈവം എൻ്റെ കൂടെ തന്നെയാണ് എന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്നൊക്കെ അഹങ്കാരം കാണിച്ച് അനാമിക പറയുകയാണ്. പക്ഷെ അനാമികയുടെ മുന്നിൽ ചെറുതായി നിന്നത് നയനയ്ക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ കരഞ്ഞുകൊണ്ട് നയന അവിടെ നിന്ന് പോവുകയാണ്. പക്ഷെ ഇത്രയ്ക്കൊക്കെ ആകുമെന്ന് ആദർശം കരുതിയില്ല. ആദർശനും അതിൽ വളരെയധികം സങ്കടമുണ്ടായിരുന്നു. നയനയെ അങ്ങനെ അങ്ങ് വേദനിപ്പിക്കണമെന്നൊന്നും കരുതിയില്ലായിരുന്നു. ചെറുതായിട്ടുള്ള ഒരു വേദനയും ഡോസും താൻ അനുഭവിക്കുന്ന ഒരു സങ്കടത്തിൻ്റെ ഒരു ഭാഗം എന്തായാലും അവൾ അറിയണമല്ലോ എന്ന് കരുതിയിട്ടാണ് നയനയോട് അത്തരത്തിലൊക്കെ പെരുമാറിയിരുന്നത്. കാരണം ആദർശിന് മനസ്സിനുള്ളിൽ നയനയോടുള്ള ഇഷ്ടവും ഒക്കെ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അത് ഒട്ടും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ താൻ അനുഭവിക്കുന്ന ആ ഒരു സങ്കടം എന്താണ് എന്നുള്ളത് നയന കൂടി അറിയണം എന്ന്
കാണുന്നുണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു ചെയ്തത്. പക്ഷെ അത് അനാമികയുടെ മുന്നിലേക്കായതുകൊണ്ട് ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നറിയില്ല എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ്